അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല രാഷ്ട്രീയക്കാരും എന്നെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ആരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുക, ആർക്കാണ് കേരളത്തിൽ കൂടുതൽ വിജയമുണ്ടാവുക? നമുക്കറിയാം, പല സ്ഥലങ്ങളിലും വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. പ്രവചിക്കാനാവാത്ത വിധത്തിൽ പല സ്ഥലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുന്നണികൾ തമ്മിൽ നടന്നിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയുടെ വഴിയിലായിരുന്നു. ആ പ്രതിസന്ധി എന്താണെന്ന് ഞാൻ പറയാം. ആ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ മികച്ചു നിൽക്കുന്നത് UDF ആണോ? നമുക്ക് വഴിയെ അറിയാം. ഒരാൾ പ്രസംഗിക്കുന്നതായി കേട്ടു, മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ UDFന് മേൽക്കോയ്മയുണ്ടാകും, PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമെന്ന് ഒരാൾ പറയുകയുണ്ടായി. എല്ലാം ഖൈറും ബറക്കത്തും തരട്ടെ. പകൽ നക്ഷത്രം നോക്കി നടക്കുന്നവർക്ക് ഒരു രാത്രി നക്ഷത്രമേ ഉള്ളൂ, പകൽ നക്ഷത്രമില്ല. അത് നോക്കി നടക്കുന്നവർക്ക് നല്ല സന്തോഷം SMFിലൂടെ വരട്ടെ. SMF എന്നെ കുറച്ച് ഇവിടെ വിളിച്ചു വരുത്തിയെങ്കിലും അൽഹംദുലില്ലാ ഈ സമയം എനിക്ക് തന്നത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതുപോലെ തന്നെ 4-ാം തീയതി ദുബൈയിലെ പെട്ടി പൊളിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹൈറാക്കി തരട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട ഇനി അടുത്തതിന് വരുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ നമ്മൾ കുഞ്ഞാലിക്കുട്ടി ഇൻഷാ അല്ലാഹ്. എല്ലാം ഇത്രേ പറയാനുള്ളൂ. വരുന്നിട്ട് കാണാം. 4-ാം തീയതി ഞാൻ പാണക്കാടുണ്ടാവും, സാധിക്കലിൻ്റെ പരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നിട്ടുള്ളത്. കോൺഗ്രസിനുള്ളിൽ തന്നെ അവർ അടികൂടുകയാണ്, ആരാണ് മുഖ്യമന്ത്രിയാവുക എന്ന വിഷയത്തിൽ. ആ അടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഇതുവരെ അതിനൊരു ശാന്തതയുണ്ടായിട്ടില്ല. ആ ഒരു വേളയിലാണ് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമെന്ന് ഒരാൾ ഒരു സ്റ്റേജിൽ വെച്ച് കാച്ചിയത്. കോൺഗ്രസിലെ അടി കാരണം പാലക്കാട് മത്സരിക്കുന്ന പിഷാരടി വരെ തോൽക്കുമെന്ന ഘട്ടമെത്തിയിരുന്നു. പക്ഷേ അവിടെ പിഷാരടി വിജയിക്കും. അതിന് പല കാരണങ്ങളുമുണ്ട്. എന്നാൽ പിഷാരടി പരാജയപ്പെടുമെന്നും ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നും മറുനാടൻ മലയാളി എന്ന വർഗീയത മാത്രം പുലമ്പുന്ന ഒരു ചാനൽ വെളിപ്പെടുത്തുകയുണ്ടായി. മറുനാടൻ മലയാളി വായ തുറന്നാൽ വർഗീയത മാത്രം വിളമ്പുന്ന ഒരാളാണ്. ഒരു ഉസ്താദ് പ്രസംഗിച്ചു, അദ്ദേഹം ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മഹല്ലിലുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകരുത്. വർഗീയതയെ ശക്തിപ്പെടുത്താൻ, ഫാസിസത്തെ ശക്തിപ്പെടുത്താൻ അത് കാരണമാകും. നമ്മുടെ വോട്ടുകൾ ആർക്ക് ചെയ്താലും വിരോധമില്ല. പക്ഷേ നാം വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ വോട്ട് കാരണമായി നാം ചിന്തിക്കാത്ത നിലക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വോട്ട് ഭിന്നിച്ചു പോയാൽ അത് വർഗീയ ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ വളരാൻ സാധ്യതയുണ്ട്. നമ്മുടെ വോട്ട് ഭിന്നത കൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന മതേതരത്വ സ്വഭാവത്തിന് കോട്ടം സംഭവിക്കരുത്. ഇത്രയാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കണം. അതിനുവേണ്ടി പരസ്യമായ മത ആഹ്വാനങ്ങൾ ഇവർ നടത്തി തുടങ്ങി. ഒരു ഉസ്താദ് ഇങ്ങനെയാണ് പ്രസംഗിച്ചത്. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിലയുറപ്പിച്ച് അവരുദ്ദേശിക്കുന്ന തീരുമാനിക്കുന്ന പാർട്ടിക്ക് വോട്ട് കുത്തുക എന്നതിനപ്പുറത്ത് ഏറ്റവും പക്വമായി ചിന്തിച്ച് ഫാഷിസത്തിന്റെ വക്താവിന് ഒരിക്കലും അധികാര കസേര കൊടുക്കുകയില്ല എന്ന ക്രിയാത്മകമായ ചിന്തയിൽ നിന്ന് നാം നമ്മുടെ വോട്ടിന്റെ കർത്തവ്യം രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. 2 മണ്ഡലങ്ങളുടെ സംഗമ സ്ഥലമാണ് കരമന. 2 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം മണ്ഡലം, നേമം മണ്ഡലം.
നിയമമണ്ഡലത്തിൽ വർഗീയ ശക്തികൾ ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ്. അവരുടെ അനൗൺസ്മെന്റ് പോലും അങ്ങനെയാണ്. അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇവിടെ 29,000-ഓളം വരുന്ന മുസ്ലിം വോട്ടുകളുണ്ട്. ഈ മുസ്ലിം വോട്ടുകൾ 29,000 മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. നാം വോട്ട് ചെയ്ത് കാത്തിരുന്ന് അതിന്റെ റിസൾട്ട് വരുമ്പോൾ എന്റെ വോട്ട് പാഴായി പോയല്ലോ എന്ന വ്യസനം നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ പക്വമായി ചിന്തിക്കണം. ജയിക്കുന്ന സ്ഥാനാർത്ഥി ഏതെന്ന വിശകലനത്തിൽ നിന്ന് മതേതര ചേരിയിലുള്ള ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, ആ രംഗത്തേക്ക് വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ സമാഹരിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഒരു ഖതീബ്, ഒരു ഇമാമ് എന്ന നിലയ്ക്ക് ഇതിനപ്പുറം എനിക്ക് പറയാൻ കഴിയില്ല. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഫാഷിസത്തിന്റെ വക്താക്കൾ ജയിച്ചു കയറുന്ന ഇടങ്ങളിൽ പിന്തുണയ്ക്കുകയും അവർക്ക് കൃത്യമായി മുസ്ലിം സമാജത്തിന്റെ മൊത്തം വോട്ട് അവർക്ക് നൽകുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് മാറിയാലല്ലാതെ, ജനങ്ങൾ ചിന്തിച്ചാലല്ലാതെ, ജനങ്ങൾ പ്രവർത്തിച്ചാലല്ലാതെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അധികാര കസേരയിലേക്ക് എത്താതെ തടയാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ഇത് പറയുമ്പോഴേക്ക് മറുനാടൻ പറയുന്നത് അത് വർഗീയവാദമെന്നാണ്, അത് തീവ്രവാദമെന്നാണ്. നോക്കൂ, ഉസ്താദ് പറഞ്ഞത് എന്താണ്? നമ്മൾ ഒരുമിച്ച് നിൽക്കണം BJPയെ തോൽപ്പിക്കാൻ. നമ്മൾ രാഷ്ട്രീയം നോക്കരുത്, ജയിക്കുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യണം. എന്താണ് ആഹ്വാനം? BJP എന്ന ഹിന്ദു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കാൻ മുസ്ലിം മതവിശ്വാസികളെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. BJP ജയിച്ചാൽ നമ്മുടെ വോട്ട് പാഴായി എന്ന് തോന്നും. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം ഉപേക്ഷിക്കുക. നമുക്ക് രാഷ്ട്രീയം വേണ്ട. നമുക്ക് വേണ്ടത് BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക എന്ന തീരുമാനമാണ്. എന്നാൽ ആ ഉസ്താദല്ല വർഗീയവാദം പറഞ്ഞിട്ടുള്ളത്, മറുനാടൻ മലയാളിയാണ്. ഓർക്കണം, കടുത്ത മുസ്ലിം വിരോധം പറഞ്ഞ് ഹിന്ദു വോട്ടുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് CPIM. ആ CPIMന് വോട്ട് ചെയ്യരുത് എന്നതാണ് ഇക്കുറി മുസ്ലിം സംഘടനകളുടെ പൊതു തീരുമാനം. എന്നിട്ട് ഉസ്താദ് പറയുന്നു, നേമത്ത് രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാൻ സാധ്യത CPIM സ്ഥാനാർത്ഥിക്കാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇതിൽ ആരും വർഗീയത കാണുന്നില്ല, ഇതാരും അന്തിച്ചർച്ചയ്ക്കെടുക്കുന്നില്ല. ഇതിൻ്റെ പേരിൽ ആരും കേസിനെ കുറിച്ച് മുറവിളി കൂട്ടുന്നില്ല, കേസെടുക്കുന്നില്ല. ഇത് മതേതരത്വമാണ് എന്നിവർ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ മതേതരത്വം എത്ര കപടമാണ് എന്നതിന് തെളിവാണിത്. BJPയോട് മറുനാടന് ചെറിയ വിരോധമുള്ള സമയത്ത് മുസ്ലിമീങ്ങളെ പേടിപ്പിച്ചു നിർത്തി മുസ്ലിമീങ്ങളുടെ വോട്ടുകൾ UDFന് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു വിരുദ്ധനാണ് മറുനാടൻ മലയാളി. അന്ന് മറുനാടൻ മലയാളി അതിൽ വർഗീയത കണ്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും മറുനാടൻ മലയാളി വർഗീയമായി സംസാരിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ശ്രമങ്ങളെല്ലാം. അതൊന്നും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും വില പോയിട്ടില്ല. കേരളത്തിൽ നാളെ വോട്ടെണ്ണിയാൽ വരാനിരിക്കുന്ന റിസൾട്ട് LDF 75-ൻ്റെയും 84-ൻ്റെയും ഇടയിലുള്ള സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരും. UDF ഇത്തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. കാത്തിരിക്കാം ഏതാനും മണിക്കൂറുകൾ മാത്രം. ഞാൻ ഈ പറഞ്ഞത് പുലരാൻ വേണ്ടി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.